സംസ്ഥാനത്ത് മഴയ്ക്കെടുതി രൂക്ഷമാകുന്നു. ഉരുൾപൊട്ടിയും ഗതാഗതം തടസ്സപ്പെട്ടും മലയോര മേഖലകളും നദികളും കരകവിഞ്ഞൊഴുകി. കോട്ടയത്ത് മീനച്ചിലാർ കരകവിഞ്ഞ പാലാ നഗരം വെള്ളത്തിൽ മുങ്ങി. എരുമേലി, മുണ്ടക്കയം, മണിമല ടൗണുകളിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ 8 കല്ലുകൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ടയിൽ 3 ഉരുൾപൊട്ടിയെങ്കിലും ആളപായമില്ല. വെള്ളം കയറി റാന്നി ടൗൺ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വീടുകളിൽ കുടുങ്ങിയവരെ ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന, പോലീസ് സംഘം എന്നിവരാണ് രക്ഷിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ പേപ്പാറ, അരുവിക്കര, നെയ്യാർ ഡാമുകളുടെ ഷട്ടർ ഉയർത്തി. കണ്ണൂർ ജില്ലയിൽ കൊളിത്തട്ട, മാക്കൂട്ടം, ബ്രഹ്മഗിരി വനമേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായി. കൊട്ടിയൂർ പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെ തന്നെ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. പാലക്കാട് ജില്ലയിൽ മംഗലം, കാഞ്ഞിരപ്പുഴ അണക്കെട്ടുകൾ തുറന്നു. തൃത്താല, വെള്ളിയാങ്കല്ല് ഷട്ടറുകൾ ഉയർത്തി. കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴ ദേശീയപാതയിൽ വെള്ളം കയറി തടസ്സപ്പെട്ട ഗതാഗതം പിന്നീട് പുനഃസ്ഥാപിച്ചു. ശനിയാഴ്ച പുലർച്ചെ കടലുണ്ടി കപ്പലങ്ങാടി ബീച്ചിൽ ബോട്ട് കരയ്ക്കടുപ്പിക്കാൻ കഴിയാതെ കടലിൽ കുടുങ്ങിയ 17 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പലർക്കും പരിക്കുകളുണ്ട്. ഇടുക്കിയിൽ പലയിടത്തും ഉരുൾപൊട്ടലുണ്ടായി. കല്ലാർകുട്ടി, മലങ്കര, കല്ലാർ ഡൈവേർഷൻ, പാംബ്ല എന്നീ അണക്കെട്ടുകൾ തുറന്നു. ഭൂതത്താൻ കെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ഉരുൾപൊട്ടലും പ്രളയസമാനമായ വെള്ളപ്പൊക്കവും ഉണ്ട്. മഴക്കെടുതിയിൽ നിലവിൽ 8 പേർക്ക് ജീവൻ നഷ്ടമായി. 7 പേരെ കാണാതായി. മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ ഭീതി പടർത്തിയിരിക്കുകയാണ്. പുഴകൾ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഒട്ടേറെ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. വ്യാപക കൃഷിനാശവും വസ്തുനാശവും സംഭവിച്ചിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് തോരാമഴ ഏറെ നാശം വിധിച്ചത്. കോട്ടയത്ത് ഈരാറ്റുപേട്ട പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. പയ്യാനത്തോട് ഭാഗത്ത് വണ്ടൻപ്ലാവിലുണ്ടായ ഉരുൾപൊട്ടലിൽ മണപ്പാട് ജോണിയുടെ ഭാര്യ റജീന, മകൻ ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. 3 പഞ്ചായത്തുകളിലായി 6 ഉരുൾപൊട്ടി. പുതുപ്പള്ളി വാകത്താനത്ത് വെള്ളക്കെട്ടിൽ വീണ് പരിയാരം കാട്ടാമ്പാക്ക ഷിജു കുര്യന്റെ മകൻ മിലൻ കെ ഷിജു മരണപ്പെട്ടു. ഞായറാഴ്ചയും കനത്ത മഴ തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. MG സർവകലാശാല തിങ്കളാഴ്ചത്തെ പരീക്ഷകൾ മാറ്റിവെച്ചു. കേരള, കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് മേഖലയിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, ബേപ്പൂർ, പൊന്നാനി, അഴീക്കൽ, കൊച്ചി, ആലപ്പുഴ, നീണ്ടകര, തിരുവനന്തപുരം എന്നീ തുറമുഖങ്ങളിലാണ് മുന്നറിയിപ്പ്. ലക്ഷദ്വീപിലെ മിനിക്കോയ് തുറമുഖത്തും കർണാടകയിലെ കാർവാർ, മംഗളൂരു, പണമ്പൂർ, ഹോണാവർ, ബഡ്കൽ, ഗംഗോളി, മാൽപേ എന്നീ തുറമുഖങ്ങളിലും ജാഗ്രത തുടരും. 4 മണിക്കൂർ പെയ്ത കനത്ത മഴയാണ് മധ്യ കേരളത്തെ ദുരിതത്തിലാഴ്ത്തിയത്. വെള്ളിയാഴ്ച രാത്രി 11-നും 3-നും ഇടയിൽ പമ്പയുടെ തീരങ്ങളിൽ ശരാശരി 300 മില്ലിമീറ്റർ മഴയും മീനച്ചിലാറിന്റെ തീരത്ത് 220 മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ശക്തമായ മഴ പെയ്താൽ നദികൾക്ക് താങ്ങാനാകില്ല. ഗുജറാത്ത് തീരത്തു നിന്നുള്ള ന്യൂനമർദ്ദ പാത്തിയാണ് 2 ദിവസത്തെ കനത്ത മഴയ്ക്ക് കാരണമായത്. ഇതിന്റെ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. പ്രവചനം തെറ്റിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴയാണ് ഉണ്ടായത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരുന്നെങ്കിലും വെള്ളിയാഴ്ച രാത്രിയാണ് മഴ കൂടുതൽ ശക്തമാകുന്ന സൂചനയുണ്ടായത്. മറ്റു മുന്നൊരുക്കങ്ങളൊന്നും നടത്തിയിരുന്നില്ല. ഇതോടെയാണ് സ്ഥിതി വഷളായത്. സംസ്ഥാനത്തൊട്ടാകെ 65 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. 1465 പേർ ക്യാമ്പുകളിലുണ്ട്. കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 17 വീടുകൾ പൂർണ്ണമായും 127 വീടുകൾ ഭാഗികമായും തകർന്നു. കോഴിക്കോട് ആനക്കാംപൊയിൽ മേഖലയിൽ 35 മണിക്കൂറിനിടെ 340 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ 177 മില്ലിമീറ്റർ മഴ പെയ്തു. കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ പോകുന്ന പുഴകളിൽ പ്രളയ സാഹചര്യമാണ് നിലവിലുള്ളത്. കേന്ദ്ര ജല കമ്മീഷന്റെ മുന്നറിയിപ്പ് പ്രകാരം പമ്പ, മണിമലയാർ എന്നീ പുഴകളിലും സംസ്ഥാന കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുപ്രകാരം മീനച്ചിലാറ്റിലും പ്രളയ മുന്നറിയിപ്പുണ്ട്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ നിലവിലെ മഴയുടെ സാഹചര്യം വിലയിരുത്തി. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരോട് അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിർദ്ദേശിച്ചു. സംസ്ഥാനതല ഏകോപനം മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. തിരുവനന്തപുരത്ത് CP ജോണും, പത്തനംതിട്ടയിൽ PC വിഷ്ണുനാഥും, കോട്ടയത്ത് മോൻസ് ജോസഫും, ഇടുക്കിയിൽ അനൂപ് ജേക്കബും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. മഴക്കെടുതി രൂക്ഷമായ മേഖലകളിലെ MLA-മാരുമായി മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം കളക്ടർമാർക്ക് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശം നൽകി. എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് കൺട്രോൾ റൂമുകളും തുറന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടും കൃഷിയും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും മതിയായ ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.